ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 25 ഈ ശുഭദിനത്തിൽ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അർപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. മിദ്യാന്യ മരുഭൂമിയിൽ ദൈവം മോശയെ തൻ്റെ ജനത്തെ നടത്തുവാനായിട്ട് പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ പരിശീലിപ്പിക്കുന്ന കാലത്ത് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഈ 3-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്താണ് ആ സംഭവം? ആടിനെ തീറ്റി ഹോരേബ് എന്ന പർവ്വതം വരെ മോശ ചെന്നു. അങ്ങനെ ആടിനെ തീറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിശയകരമായിരിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടു. ഒരു മുൾപ്പഴപ്പ് ഇതാ കത്തുന്നു, പക്ഷേ ആ മുള്ളൊന്നും കത്തി അമരുന്നില്ല. കത്തുന്നുണ്ട്, പക്ഷേ കത്തി എരിഞ്ഞ് അമരുന്നില്ല. അതൊരു അത്ഭുതമാണല്ലോ. ഇലകൾ കരിഞ്ഞാൽ നമുക്കറിയാം അത് ചാരമായിട്ട് മാറും. പക്ഷേ ഇവിടെ ഇതാ ഒരു ചെടി കത്തുന്നു, പക്ഷേ അതിൻ്റെ ഇലകളൊന്നും തന്നെ കരിഞ്ഞു പോകുന്നില്ല. ഇതെന്തൊരു കാഴ്ചയാണ് മോശ വിചാരിച്ചു. ദൂരെ നിന്ന് കാണുന്നതിന് പകരം അടുത്ത് ചെന്ന് കാണാമെന്ന് മോശ നിശ്ചയിച്ചു. അങ്ങനെ മോശ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം ഈ തീയിൽ നിന്ന് സംസാരിക്കുന്ന തീയോ തീയുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന സംഭവങ്ങളൊന്നും മോശ മിസ്രൈമിൽ കണ്ടിട്ടില്ല. ഇത് അതിശയകരമായിരിക്കുന്ന കാര്യമാണ്. കാരണം തീയുടെ ഉള്ളിൽ ആർക്കാണ് വസിക്കാൻ കഴിയുന്നത്? തീയുടെ ഇടയിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ആൾ തീയ്ക്കുള്ളിലായിരിക്കണ്ടേ. അപ്പോൾ തീയുടെ ഇടയിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം കേട്ടു, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് വലിച്ചെറിയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകുന്നു, കാല് നിന്നും ചെരുപ്പ് വലിച്ചെറിയുക. അപ്പോൾ മോശ വിചാരിച്ചൂടെ, തീക്കകത്തു നിന്ന് ആരാ വർത്താനം പറയുന്നത്? മോശയ്ക്കൊന്നും മനസ്സിലായി കാണുകയില്ല. ഒരുപക്ഷെ പല പ്രാവശ്യം ആടിനെ മേയിച്ച് നടന്ന് ഹോരേബ് വരെ പോയതായിരിക്കുന്ന മോശയ്ക്ക് താനിപ്പോൾ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ആ ദേശം മുഴുവൻ തൻ്റെ കാലുകൊണ്ട് ചെരുപ്പിട്ട് നടത്തുന്നതാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇത് വിശുദ്ധ ഭൂമിയാണെന്ന്. എന്തൊരു കാര്യമാണ്, എന്തൊരു പ്രതിഭാസമാണിത്. മോശ ഒരുപാട് ചിന്തിച്ച് കാണും. മിദ്യാന്യ മരുഭൂമി മോശ ദൈവത്തെ കണ്ടെത്തുകയാണ് ചെയ്തത്. അന്ന് ദൈവത്തെയാണ് അവനോട് കണ്ടെത്തിയത്. ദൈവമാണ് അവനോട് സംസാരിച്ചത്. മിദ്യാന്യ മരുഭൂമിയിലെ മുൾപ്പഴപ്പിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. 1, ദൈവം മോശയെ കണ്ടെത്തി. 2, മോശ ദൈവത്തെ കണ്ടെത്തി. ഇത് രണ്ടും നടന്നു. ദൈവം മോശയെ കണ്ടെത്തി, മോശ ദൈവത്തെ കണ്ടെത്തി. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സർവ്വജ്ഞാനിയും സർവ്വസാന്നിധ്യമുള്ളവനുമായി ദൈവം നമ്മെ എപ്പോഴും കാണുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാം ദൈവത്തെ കാണുന്നില്ല. ദൈവം നമ്മുടെ കൂടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നാം ദൈവത്തെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ദൈവം മോശയോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ കാഴ്ച മാത്രം കണ്ടതുകൊണ്ട് ശരിയാവില്ല. മുൾപ്പഴപ്പ് കത്തുന്നത് കണ്ടതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതാണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതാണ്. അങ്ങനെ മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാണ്. ഒരു കാര്യം മനസ്സിലായി, തന്നോട് സംസാരിക്കുന്നതായിരിക്കും ദൈവം. അതിപരിശുദ്ധനായ ദൈവമാണ്. മോശ ഇരിപ്പൊക്കെ വലിച്ച് എറിഞ്ഞ് കാണും. എന്നാൽ മോശയ്ക്ക് ഒന്നറിയേണ്ടിയിരുന്നു. എന്താണ് ഈ ദൈവം? ഇത് ദൈവമാണോ? എങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ പേര് എന്നൊക്കെ വേണം. കാരണം മോശ അങ്ങനെ കാഴ്ച കാണാനായിട്ട് ചെന്നപ്പോൾ ചെരുപ്പൂരി കളക എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം മോശയെ വിളിച്ചു. മോശയെ വരാൻ പറഞ്ഞു. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? നിന്നെ ഞാൻ ഇസ്രായേലിലേക്ക് അയക്കുകയാണ്. അവിടെയുള്ളതായിരിക്കുന്ന എൻ്റെ മക്കളുണ്ട്, ഇസ്രായേൽ മക്കൾ. അവരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വലിയ ദൗത്യമാണ് നിനക്ക് തരാൻ പോകുന്നത്. അയ്യോ, നീ ആരാണ് എന്നോട് സംസാരിക്കുന്നത്? എനിക്ക് അതുപോലും അറിയില്ലല്ലോ. എന്നെ ആരാ അയക്കുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ആരാണ്? ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെയാ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഈസ് ഈക്വൽ ടു ഐ ആം, ഓർ ഐ ആം ദാറ്റ് ഐ ആം. ഞാനായിരുന്നവൻ ഞാനാകുന്നു എന്നല്ല, ഞാനാകുന്നവൻ ഇനിയും ആയിരിക്കുമെന്നല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു ഞാനാകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ഞാൻ നിത്യ അസ്തിത്വമുള്ള ദൈവമാകുന്നു, കാലങ്ങൾക്ക് അതീതനായ ദൈവമാകുന്നു, ഞാൻ സ്വയാസ്തിത്വമുള്ള ദൈവമാകുന്നു, ഞാൻ മാറ്റങ്ങൾക്ക് അതീതനായ ദൈവമാകുന്നു, ഞാൻ അകാരണകാരനായ ദൈവമാകുന്നു, ഞാൻ നിത്യവർത്തമാനകാലത്ത് ജീവിക്കുന്നവനാണ്. ഒരുപാട് സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ ആകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ മോശയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായ ഒരു കാര്യം മോശയ്ക്ക് മനസ്സിലായി. ഈ ദൈവത്തെ മോശ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ദൈവത്തെ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ നാമരൂപമാണ് യഹോവ എന്ന് പറയുന്നത്. ഞാനാകുന്നു എന്ന് പറഞ്ഞ ആകുന്നു എന്ന ക്രിയയല്ലേ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ക്രിയാരൂപമാണ്. ആ ക്രിയാരൂപത്തിൻ്റെ നാമരൂപമാണ് യഹോവ എന്ന് പറയുന്നത്. അപ്പോൾ നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യഹോവയാകുന്നു എന്നാണ് പറഞ്ഞത്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആം ദി ഇറ്റേണൽ ഐ ആം.
നിത്യനായ ദൈവമാകുന്നു ഞാനെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തെ പറ്റിയുള്ള സത്യസന്ധമായ അറിവ് കൂടാതെ ദൈവത്തിൻ്റെ വേല നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മോശയ്ക്ക് സാധിക്കുകയില്ല. മോശ ചെന്ന് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവരെ അയച്ചത് ആരെന്ന് അവൻ പറയണം. ഇസ്രായേൽ മക്കൾ അവനോട് ചോദിക്കും, ഏത് ദൈവം, ആരുടെ ദൈവം, എന്താണ് ആ ദൈവത്തിൻ്റെ പേരെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് മോശയ്ക്ക് ആ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം നൽകാൻ കഴിയണം. അത് നൽകാൻ മോശ കടപ്പെട്ടവനാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജനം അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ. ദൈവം തൻ്റെ ദൗത്യത്തിനായി ഒരാളെ നിയമിക്കുമ്പോൾ അയാൾ അറിയുവാൻ ആവശ്യമുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ്. മോശയ്ക്ക് അറിയേണ്ട സത്യമാണ് ദൈവം ആരെന്നുള്ളത്. ദൈവം അത് പറഞ്ഞു. അല്ലാതെ നീ ആരാണ്, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഷഡപ്പ്, നിനക്ക് ചോദിക്കാൻ കാര്യമെന്നോ, നിനക്ക് ചോദിക്കാനുള്ള യോഗ്യതയുണ്ടോ, ഞാൻ ആരാ നിനക്കറിയേണ്ട കാര്യമെന്ന് അങ്ങനെയല്ല ദൈവം പറഞ്ഞത്. ദൈവം ശാന്തമായി വിവരിച്ച് പറഞ്ഞു, ഐ ആം ഈസ് ഈക്വൽ ടു ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ നിത്യാസ്തിത്വമുള്ള ദൈവമാകുന്നു, ഞാനായിരുന്നവൻ ഞാനാകുന്നു എന്നല്ല, ഞാനാകുന്നവൻ ഇനിയും ആയിരിക്കുമെന്നല്ല, ഞാൻ കാലങ്ങൾക്ക് അതീതനാണ്, സ്വയാസ്തിത്വമുള്ളവനാണ്, നിത്യാസ്തിത്വമുള്ളവനാണ്, അങ്ങനെയുള്ള ദൈവമാണ്, യഹോവയാണ് ഞാനാണ് നിന്നെ അയക്കുന്നത് എന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ആ സത്യം മോശ അറിയേണ്ടത് ആവശ്യമായിരുന്നു. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ മനുഷ്യരും ദൈവത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ദൈവത്തെ അറിയാതെ എങ്ങനെയാണ് നാം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നത്? ദൈവം അറിയാതെ എങ്ങനെയാണ് ദൈവം അയച്ചാൽ നാം പോകുന്നത്? ദൈവത്തെ അറിയാതെ എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്? നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന അറിവെന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി. ആ വെളിപ്പാടിനാൽ മോശ ദൈവത്തെ അറിയുവാനായിട്ടിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും, വേല ചെയ്യാത്തവരായാലും ആദ്യം നമുക്കറിയുവാൻ ആവശ്യമുള്ളത് നമ്മുടെ ദൈവം ആരാണെന്നുള്ളതാണ്. അതറിയാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വിശുദ്ധ ബൈബിളിലേക്ക് വരിക. ആ ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ബൈബിൾ വായിച്ച് സത്യദൈവത്തെ അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.